നടത്തുന്ന സഭാവിരുദ്ധ വിശ്വാസവിരുദ്ധ പ്രവൃത്തികള് അക്കമിട്ട് നിരത്തിക്കൊണ്ട് 106 പേജുള്ള ഒരു പരാതി 78 അനുബന്ധ രേഖകളുമായിട്ട് മെത്രാൻ സമിതിക്ക് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുക. നിങ്ങൾ കൃത്യമായി ബോധ്യപ്പെടേണ്ട ഒരു കാര്യം, ഈ 106 പേജുള്ള പരാതിയില് 2 വിഭാഗമായി തിരിച്ച് ആദ്യമായി ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ദ അനോമലീസ് ആൻഡ് പ്രിക്കേറിയസ് സിറ്റുവേഷൻ ഇൻ ദി എറണാകുളം അങ്കമാലി ആർക്കി എപ്പാർക്കി സഭയില് ഇന്ന് നിലനിൽക്കുന്ന സ്ഫോടനാത്മകമായ അന്തരീക്ഷവും അതിലേക്ക് നയിക്കപ്പെട്ട കാര്യങ്ങളും ഏകീകൃത കുർബാന എന്ന തീരുമാനത്തിലേക്ക് സഭാ നേതൃത്വത്തെ നയിക്കാനുണ്ടായ സാഹചര്യങ്ങളും പ്രിയപ്പെട്ട മത്തായി സാർ പറഞ്ഞതുപോലെ ഞങ്ങൾ വിശ്വാസികൾ ആരും ആവശ്യപ്പെട്ടുകൊണ്ടല്ല ഈ ഏകീകൃത കുർബാന ഇവിടെ നടപ്പിൽ വന്നത്. ഇത് വളരെ പഠനങ്ങൾക്ക് ശേഷം വിശ്വാസ സമൂഹത്തിന്റെ ഒരു പ്രത്യാശ എന്ന വണ്ണം കൊണ്ടുവന്ന ഏകീകൃത കുർബാന നടപ്പിലാക്കുവാനുള്ള ഉത്തരവാദിത്വവും കടമയും സഭാ നേതൃത്വത്തിനാണ്. സഭാ നേതൃത്വത്തിന് പിന്തുണ കൊടുക്കുക, സഭാ നേതൃത്വത്തോടൊപ്പം നിൽക്കുക എന്നൊരു തെറ്റു മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. രണ്ടാമതായി, ഇൻജുഡീഷ്യസ് ആക്ട്സ് ഓഫ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് മംഗ്ലാനി, വികാർ ഓഫ് ദ മേജർ ആർച്ച് ബിഷപ്പ് ഫോർ ആർക്കി എപ്പാർക്കി ഓഫ് എറണാകുളം അങ്കമാലി. രണ്ടാമത്, അതായത് 106 പേജുള്ള ഈ പരാതിയിൽ 56 പേജ് മുതൽ 106 വരെ പാമ്പ്ലാനി പിതാവ് ഈ അങ്കമാലി അതിരൂപതയുടെ വികാരിയായി ചാർജ് എടുത്തതിന് ശേഷം നടത്തിയിട്ടുള്ള സഭാവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. അത് 78 അനുബന്ധ രേഖകളോടുകൂടി ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പരാതി പോലും, അല്ലെങ്കിൽ അതിലൊരു ആക്ഷേപം പോലും, അതിലൊരു സംഗതി പോലും പാമ്പ്ലാനി പിതാവിന് നിഷേധിക്കാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. സത്യത്തില് പാമ്പ്ലാനി പിതാവ് സഭയുടെ പിതാവാണോ അതോ മറ്റേതേലും അദൃശ്യ ശക്തികളുടെ കയ്യിലെ കളിപ്പാവയാണോ എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. സഭയുടെ തീരുമാനം നടപ്പിലാക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് സഭാ തീരുമാനം അട്ടിമറിക്കുവാൻ വേണ്ടിയാണ് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ ഇല്ലാത്ത അധികാരം എന്ന് പറയുന്നത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് വിവിധ സംഘങ്ങളായി വിവിധ ആളുകളുടെ നേതൃത്വത്തിൽ കഴിയുന്നത്ര പിതാക്കന്മാരെ നേരിൽ കണ്ട് സംസാരിച്ചപ്പോൾ ആ പിതാക്കന്മാരെ പറയാനിടയായത്, ഞങ്ങൾ ഇത്തരം ദൗത്യങ്ങളൊന്നും പാമ്പ്ലാനിയെ ഏൽപ്പിച്ചിട്ടില്ല, ഇത്തരം ഉത്തരവാദിത്തങ്ങളൊന്നും പാമ്പ്ലാനിയെ ഏൽപ്പിച്ചിട്ടില്ല, ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാമ്പ്ലാനിക്ക് അധികാരവുമില്ല അവകാശവുമില്ല എന്നാണ്. രാഷ്ട്രീയപരമായും സാമുദായികപരമായും സാംസ്കാരികമായും എല്ലാ കാലഘട്ടത്തിലും സഭയെ പ്രതിസന്ധിയിലാക്കുന്ന സഭാവിരുദ്ധ പ്രവർത്തനമാണ് പാമ്പ്ലാനി പിതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം, അതായത് കൂദാശ പരികർമ്മം വിലക്കപ്പെട്ട ഒരു പുരോഹിതന് യാതൊരു കാരണവശാലും പുരോഹിതനായി തുടരാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചൊരു പുരോഹിതന് എല്ലാ കൂദാശ വിലക്കുകളും ലംഘിച്ചുകൊണ്ട് കുംഭസാരം ഉൾപ്പെടെയുള്ള കുർബാന ഉൾപ്പെടെയുള്ള പരികർമ്മങ്ങൾ ചെയ്തപ്പോൾ അയാൾക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിച്ച സഭാ ട്രിബ്യൂണലിനെ പിരിച്ചുവിടുന്ന കിരാതവും ഹീനവുമായ നടപടിയാണ് പാമ്പ്ലാനി ചെയ്തത്. ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേലി തന്നെ വളവ് തിന്നുന്ന അവസ്ഥ. 25ഓളം പുരോഹിതന്മാർക്ക് സഭ വിലക്കേർപ്പെടുത്തി. അതിൽ 2 പേരുടെ കാര്യം സഭാ ട്രിബ്യൂണലിന് വിട്ടു. കാനോനിക നിയമത്തിൽ അത്യഗാധമായ പാണ്ഡിത്യമുള്ള ഫാദർ പാമ്പാറയുടെ നേതൃത്വത്തിൽ ഒരു ജുഡീഷ്യൽ സമിതിയെ കൊണ്ടുവന്നിട്ട് മുഴുവൻ രേഖകളും റെക്കോർഡുകളും പരിശോധിച്ച് 3 ഇടക്കാല ഉത്തരവുകൾ സഭാ ട്രിബ്യൂണൽ പുറപ്പെടുവിച്ചു. അങ്ങനെ തന്റെ ഇഷ്ടത്തിനൊപ്പം അല്ലെങ്കിൽ തന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് സഭാ ട്രിബ്യൂണൽ പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ട് ആ ട്രിബ്യൂണൽ തന്നെ ഇദ്ദേഹം പിരിച്ചുവിട്ടു. ഇക്കണക്കിന് പോയാല് ഈ കത്തോലിക്ക സഭ തന്നെ പിരിച്ചുവിട്ട് സ്വന്തമായിട്ടൊരു സഭ ഉണ്ടാക്കാൻ ചിലപ്പോൾ പാമ്പ്ലാനി തുനിഞ്ഞെന്ന് വരാം. എന്തായാലും ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഞങ്ങളുടെ ഈ പരാതി ബഹുമാനപ്പെട്ട പാമ്പ്ലാനിക്കെതിരെയുള്ള ഒരു കുറ്റപത്രമാണ്. ആ കുറ്റപത്രത്തിൽ ഒന്നുപോലും ഞാൻ ആദ്യം പറഞ്ഞത് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല.
മുഴുവൻ രേഖകളുടെയും പിൻബലത്തോടു കൂടിയാണ്. ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം ഈ പരാതി, ഈ 163ഓളം പേജുകളുള്ള 78ഓളം അനുബന്ധ രേഖകളുമായി രേഖകളുടെ പിൻബലത്തിൽ വ്യക്തമായി കൊടുത്ത പരാതി ഈ സഭാ സിനഡ് തന്നെ പരിഗണിച്ച് ശക്തമായ നടപടിയെടുക്കണമെന്നാണ്. അതല്ലെങ്കിൽ മറ്റ് നടപടികളെ കുറിച്ച് ഞങ്ങളുടെ ഒരു നിവേദക സംഘം ആവശ്യമുണ്ടെങ്കിൽ വത്തിക്കാനിൽ നേരിൽ പോയി ഈ പരാതികൾ സമർപ്പിക്കാനും അതുപോലെ തന്നെ വത്തിക്കാനിൽ സിൻജോറിയത്തില് മുഴുവൻ രേഖകൾ സഹിതം ഞങ്ങൾ ഇത് പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, കത്തോലിക്ക സഭയിലെ വരും തലമുറയ്ക്ക് വേണ്ടിയാണ്. ഈ സഭയിലെ പുഴുക്കുത്തുകളെ പറിച്ചെറിഞ്ഞുകൊണ്ട് സഭാ നേതൃത്വത്തെ അലേർട്ടാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. വരും തലമുറയ്ക്ക് വേണ്ടി ഞങ്ങള് മറ്റ് പിതാക്കന്മാരുടെ നിസ്സംഗതയെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ യഥാസമയം പാമ്പ്ലാനി പിതാവിന് കടിഞ്ഞാണിട്ടിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം കൃത്യമായി മറ്റ് പിതാക്കന്മാർക്ക് സമയാസമയങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പാമ്പ്ലാനി ഇത്രയ്ക്ക് ഏകാധിപത്യപരമായി പെരുമാറുകയില്ലായിരുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളൂ, കുർബാനക്രമം തീരുമാനിച്ചത് വത്തിക്കാനും മാർപ്പാപ്പയും സിനഡുമാണ്. വത്തിക്കാനും മാർപ്പാപ്പയ്ക്കും സിനഡിനും വേണ്ടിയാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയത്. വിശ്വാസികളെ തമ്മിൽ ഭിന്നിപ്പിച്ചത് ഞങ്ങളാരുമല്ല. ഈ ഏകീകൃത കുർബാന നടപ്പിൽ വരുത്തേണ്ട സഭാ നേതൃത്വം, ആ സഭാ നേതൃത്വത്തിന്റെ പ്രതിനിധിയായി വന്ന പാമ്പ്ലാനി എങ്ങനെ ഏകീകൃത കുർബാന നടപ്പിലാകാതിരിക്കാം? ഓരോറ്റ വിശ്വാസികളുമായി അദ്ദേഹം ചർച്ച ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഈ ഏകീകൃത കുർബാന എറണാകുളം നഗരത്തിൽ, അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ നടപ്പിൽ വരുത്തേണ്ടതെന്ന് ഒരു ഭാരവാഹികളുമായി, ഒരു അൽമായ സംഘടനയുമായും അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്താണ് അതിന്റെ പരിഹാരമാർഗമെന്ന് ആലോചിച്ചിട്ടില്ല. അതിന് പകരം വിമതരായ ആളുകളുമായി രഹസ്യ ചർച്ച നടത്തുകയും അത് കൃത്യമായി ശിക്ഷാ നടപടിക്ക് വിധേയനായ ഫാദർ വർഗീസ് മണവാളൻ സഭാ ട്രിബ്യൂണലിൽ കൊടുത്തിരിക്കുന്ന മറുപടിയിൽ പറയുന്നുണ്ട്, എന്നെ ട്രാൻസ്ഫർ ചെയ്തെങ്കിലും എന്നെ സ്ഥലം മാറ്റിയെങ്കിലും ഇവിടെ തുടർന്നു കൊള്ളാൻ പാമ്പ്ലാനി എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പാമ്പ്ലാനിയുടെ സഭാവിരുദ്ധ പ്രവൃത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് അറ്റ് സൈറ്റ്സ് എന്ന അതിശക്തമായ നടപടിക്ക് വിധേയനാകേണ്ട ആളുകളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള ഈ ഞങ്ങളുടെ പരാതിയുമായി മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും.